അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഹ്സിനയുടെ അറബിയുമ്മ നൽകിയ ആ ഒരു വീട്ടിൽ, അതെ, ശരിക്കും പറഞ്ഞാൽ ഫിറോസിന് വല്ലാത്ത ഒരു ജീവിതമായി മാറിയിരിക്കുന്നു. ഫിറോസിൻ്റെ രണ്ടാം ഭാര്യ ഷഹർബാൻ അവളുടെ ഫ്രണ്ട്സുകളെയെല്ലാം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഫിറോസ് ചോദിക്കുന്നു, ഷഹർബാൻ, എൻ്റെ സമ്മതമില്ലാതെ ഈ വീട്ടിലേക്ക് നീ ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? നിങ്ങൾ ചോദിക്കുന്നത് എത്ര മണ്ടത്തരമായ ചോദ്യമാണ്. നിങ്ങൾ എൻ്റെ ഭർത്താവാണ്, ഞാൻ നിങ്ങളുടെ ഭാര്യയും, എനിക്കും ഉണ്ടാവില്ലേ ഫ്രണ്ട്സൊക്കെ? അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ നിങ്ങൾക്കെന്താ? ഫ്രണ്ട്സ് ഓക്കെ, പക്ഷേ എല്ലാത്തിനും എൻ്റെ സമ്മതമില്ലാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ഇത്ര കർക്കശമായി നിങ്ങൾ ഇങ്ങനെ വരയിടേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട് എൻ്റെതാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അതിനെന്താ, കൂട്ടുകാർ വരുന്നത് ഇത്ര വലിയ തെറ്റുള്ള കാര്യമാണോ? ഫിറാസിനോട് ആ ഒരു വാക്ക് അവൾ ചോദിച്ചപ്പോൾ അവൻ പറയുന്നു, തെറ്റുള്ള കാര്യമാണോ എന്നല്ല, ഇവിടേക്ക് ആര് വരണം വരണ്ടാന്ന് തീരുമാനിക്കൽ ഞാനാണ്. അതെ, നിങ്ങളെ പഴയ പെണ്ണുങ്ങളെ വരച്ച വരയിൽ നിർത്തിയ പോലെ എന്നെ നിർത്തണം നിങ്ങൾക്ക് വിചാരിക്കേണ്ട കേട്ടോ. എനിക്കുണ്ട് ഈ വീട്ടിൽ കുറച്ച് അവകാശങ്ങളും കാര്യങ്ങളൊക്കെ. എന്നാൽ അന്നും വൈകുന്നേരമായപ്പോൾ അതാ ഷഹർബാൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വീട്ടിലേക്ക് കാറിലും ബൈക്കിലും ഒക്കെ ആയിട്ട് വരുന്നു. അവർ പൊട്ടിച്ചിരിച്ചുകൊണ്ടും തമാശ പറഞ്ഞുകൊണ്ടും അങ്ങനെ. അന്ന് ഫിറോസ് വീട്ടിലില്ലാത്ത സമയമായിരുന്നു. വീട്ടിൽ നിന്ന് നല്ല ചിരിയും കളിയും പൊട്ടിച്ചിരികളും സംസാരങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ഫിറോസ് അങ്ങോട്ട് കയറി വരുന്നു. ശല്യങ്ങൾ ഇന്നും വന്നിട്ടുണ്ട്, ഇത് ഇന്നത്തോടെ ഇവിടെ നിർത്തലാക്കണം. അയാൾ അകത്ത് കയറി വരുമ്പോൾ അതാ കൂട്ടുകാരികളോടൊക്കെ പറയുന്നു, ഓ വന്നല്ലോ, എടി നിന്റെ ഭർത്താവ് വന്നു, ചായ ഉണ്ടാക്കി കൊടുക്ക്. ചായയോ? അദ്ദേഹത്തിന് ചായൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചായ ഇട്ട് തരും അല്ലേ ഫിറോസ്? അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചായ ഇട്ട് തരും കേട്ടോ. അവരെല്ലാവരും അത് പറഞ്ഞപ്പോൾ അയാളുടെ മുഖം വല്ലാതെ ചുവന്നു ദേഷ്യം കൊണ്ട്. നിങ്ങൾക്ക് ചായയല്ല, തീ ഞാൻ ഇട്ടൊരു തലയിൽ. അയാൾ മനസ്സിൽ അത് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. എടി, എന്താ നിൻ്റെ ഹസ്ബൻഡ് ദേഷ്യം പിടിച്ചോ? കൂട്ടത്തിൽ ഒരുത്തി. അങ്ങനെ ദേഷ്യം പിടിച്ചെന്ന് വിചാരിച്ച് നമുക്കത്ര പേടിയൊന്നുമില്ലല്ലോ. അങ്ങനെ ആണുങ്ങളെ മാത്രമേ പേടിച്ച് നിന്ന് അങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? ജീവിക്കുമ്പോൾ നമ്മുടെ എൻജോയ്മെൻറ്റ് അതാണ് ഇവിടെ വേണ്ടത്, അല്ലാതെ ആണുങ്ങളെ ഭർത്താക്കന്മാരെ പേടിച്ചിങ്ങനെ നിൽക്കില്ല. എന്തർത്ഥമുള്ളത്? അങ്ങനെ കുറേ പെണ്ണുങ്ങളുണ്ട് ഭർത്താക്കന്മാരുടെ പീഡനവും സഹിച്ച് വിഷമിച്ച് ജീവിക്കുന്ന എത്രയോ ഉണ്ട്. പക്ഷേ ഷഹർബാൻ അതിന് കിട്ടില്ലല്ലോ. അഥവാ എന്തെങ്കിലും ചെയ്താൽ തന്നെ പീഡന കേസിനങ്ങ് പെടുത്തിയാലേ പിന്നെ പുറം ലോകം കാണൂല. എന്തൊക്കെ കെട്ടിച്ചമക്കാം, എന്ത് കേസും വേണേ ഉണ്ടാക്കിയെടുക്കാലോ പേരില്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ ഉഷാറായി ജീവിക്കാം. എന്തിനും പീഡനം എന്നുള്ള ഒരു പേരുണ്ടായത് കൊണ്ടേ. എടി, നല്ല വിരുദ്ധത്തിയാണല്ലോ. പിന്നെ നിൻ്റെ ഭർത്താവ് പാവം, അദ്ദേഹത്തിന് സങ്കടം തോന്നുട്ടോ നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴേ. ഒന്ന് പോയി വിളിച്ചു കൊണ്ടുവന്നേ. വിളിച്ചാൽ വരുന്ന ആളും നിങ്ങളെ. അപ്പോഴേക്കും അതാ ഒരു കോളിംഗ് ബെൽ മുഴങ്ങുന്നു. ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അവൾ കൊണ്ടുവന്ന ഫുഡ് തൻ്റെ ബോയ് ഫ്രണ്ട്സിനും ഗേൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒന്നായിട്ട് വിളമ്പി കൊടുക്കുന്നു. എടി, നിൻ്റെ ഭർത്താവിനെ വിളിക്കുന്നില്ലേ? ഭർത്താവിന് ബാക്കി വന്ന് കഴിച്ചോളും, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കൂട്ടുകാരൊക്കെ വരുമ്പോൾ ഒന്നിങ്ങോട്ട് നോക്കി ഇവിടെ ഇരുന്ന് ഇങ്ങോട്ട് സംസാരിക്കല്ലേ വേണ്ടത്. നേരെ ഇതെന്താ ഒരു കുന്തം വിഴുങ്ങിയ പോലെ അങ്ങോട്ട് പോകുക എന്നുള്ളത് എന്തെങ്കിലും ചോദിക്കുക പറയുക ചെയ്യോ? അവിടെ നിൽക്കട്ടെ. അവരെല്ലാവരും നല്ല രീതിയിൽ ഒച്ചപ്പാടും ബഹളവും പാട്ടും കൂത്തുമായി അവിടെ ഭക്ഷണം കഴിക്കുന്നു. സത്യം പറഞ്ഞാൽ ഫിറോസിന് കലി കയറുകയാണ്. ഒരു നിമിഷം എല്ലാത്തിനെയും പിടിച്ച് അടിച്ചാലോ എന്ന് വരെ തീരുമാനിക്കുകയാണ്. വേണ്ട, എൻ്റെ ഭാര്യ രണ്ടാം ഭാര്യ ചില്ലറക്കാരിയല്ല. അവളെ മറ്റൊരിടത്ത് നടത്തുന്ന പണിയൊന്നും അവളെടുത്ത് പറ്റില്ല. സമയം ഒരുപാടായി. എല്ലാവരും ഭക്ഷണം കഴിച്ച് ആടിപ്പാടി അവിടെ തന്നെ ഇരിക്കുകയാണ്. എക്സ്ക്യൂസ് മീ, എന്നാൽ പ്ലേറ്റ്സൊക്കെ എടുത്തോട്ടെ, ഇനി വേണോ? അതൊക്കെ അവിടെ വെച്ചേക്ക്.
കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണായിരുന്നു അത് പറഞ്ഞത്. അതെ, അതൊക്കെ ഇവിടെ വെച്ചേക്ക്, വാ നമുക്ക് സിറ്റ് റൂമിൽ പോയിരിക്കാം. ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം ഡൈനിങ് ടേബിളിൽ ഇട്ടുകൊണ്ട് അവളതാ നേരെ അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ ചിരിയും സംസാരം തീരുന്നേയില്ല. ഫിറോസിന് കലി കയറുകയാണ്. ഇത് ഇവിടെ എന്തോ ഒരു സമ്മേളന ഹാളാക്കി മാറ്റിയ പോലെയാണല്ലോ അവളുടെ രീതി കാണുമ്പോൾ. വിഷമുള്ള പാമ്പിനെ എടുത്ത് തോളിൽ വെച്ചു. അതാണ് എനിക്ക് സംഭവിച്ചത്. എല്ലാത്തിനെയും ഒഴിവാക്കി വീട്ടിൽ നിന്ന്. ഇപ്പോൾ ലാസ്റ്റ് എനിക്ക് കിട്ടിയത് വല്ലാത്തൊരു വിഷജന്തുവിനെ തന്നെയാണ്. സമയം 10-11 ആയപ്പോൾ അത് അവർ പറയുന്നത്, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ഇന്നത്തെ മീറ്റ് ഇവിടെയായിരുന്നു. പിന്നെ നാളെ അഖിലിൻ്റെ വീട്ടിലാണ് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോകണം. ഓ, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ വരാൻ, പക്ഷെ ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ പാടേ. എടി പെണ്ണെ, നീ എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ നിന്നത്? വേണ്ടാത്ത ഈ ഒരു പണിക്കൊക്കെ എന്തിനാ നിന്നത്? വേലക്കാരിയായി അഭിനയിക്കുക, ഇവിടെ വന്ന് അവൻ്റെ ഭാര്യയാകുക, അതിനൊക്കെ സ്വതന്ത്രമായി നിൻ്റെ ഇഷ്ടം പോലെ അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നോ? എന്നാൽ നിൻ്റെ ഇഷ്ടത്തിന് എവിടെ നിൽക്കാലോ. അങ്ങനെ വന്നു തന്നെയാണ് ഇദ്ദേഹം എൻ്റെ അരികിലേക്കും. പക്ഷേ അയാൾക്ക് അയാൾ എനിക്ക് എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ നൽകി, എന്നോട് പലതും പറഞ്ഞു. ശരി തന്നെയാണ്, ഇവിടെ എത്തിയപ്പോൾ കണ്ടില്ലേ ഇത്ര വലിയ അറബിക് മോഡൽ ഹൗസും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഇത്രയും നല്ല സൗകര്യമുള്ള വീടും കാര്യങ്ങളും എല്ലാം കിട്ടുമ്പോഴേ അതൊക്കെ ഉപേക്ഷിക്കണോ? ഇതാണെങ്കിൽ നമുക്ക് വീടും സൗകര്യങ്ങളും അതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ എൻജോയ്മെൻറ്റും ചെയ്യാം. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെടി. ഓക്കെ ബൈ. അങ്ങനെ അത് കാറും ബൈക്കും സ്കൂട്ടിയും എല്ലാം കൊണ്ട് അവരെല്ലാവരും തിരിച്ചു പോകുന്നു. അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി കിടക്കുവാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് അവളുടെ ഭർത്താവ് ഷെഹർബാൻ, എന്താ നിങ്ങൾക്ക് ഫുഡ് വേണോ? പിന്നെന്താ, എനിക്കെന്താ വിശപ്പൊന്നുമില്ലേ? ഫുഡ് അവിടെ തന്നെ ഉണ്ട് ടേബിളിൽ കേട്ടോ, അത് കഴിച്ചോളൂ. എന്താ നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണം? നിങ്ങൾ മാത്രമല്ലല്ലോ ഇങ്ങനെ, എത്ര ആണുങ്ങളുണ്ട്, അവർക്കൊക്കെ ദേഷ്യമുണ്ടോ? ഷെഹർബാൻ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലതവണ എന്നോട് സമ്മതം ചോദിക്കാതെ ഇങ്ങോട്ട് ആരെയും കയറ്റരുതെന്ന്. ഓ, എന്തൊരു കഷ്ടമാണിത്. എത്രേൻ്റെ ഫ്രണ്ട്സുകളൊക്കെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒഴിവാക്ക്. ഇനി നാളെ എനിക്ക് അങ്ങൊരു മീറ്റപ്പ് ഉണ്ട് ഒരാളുടെ വീട്ടിൽ വെച്ച്, അപ്പോൾ അങ്ങോട്ടും പോകേണ്ടി വരില്ലേ? ഷെഹർബാൻ, ഞാൻ നിന്നോട് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് വേണ്ട. അതെ, ഇപ്പോഴെന്ന് പറഞ്ഞാലേ ആണുങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും, ഇനി ചീത്ത പറഞ്ഞാലും തല്ലിയാലൊക്കെ പീഡനം എന്നുള്ള പേരുണ്ട്. അത് നിങ്ങളുടെ പേരിൽ ഞാൻ അങ്ങോട്ട് ചെയ്യും. അങ്ങനെ കേസെങ്ങാനും കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ നിങ്ങൾ ജയിലിൽ ഉള്ളിൽ കിടക്കേണ്ടി വരും. ആവശ്യമില്ലാത്തത് നിൽക്കണ്ട, വേണമെങ്കിൽ പോയി ചോറ് തന്നോളേ. അവൾ നേരെ ബെഡ്റൂമിൽ വന്ന് കിടന്നു. എന്തൊരു ആശ്വാസം, എന്തൊരു സുഖം ഇങ്ങനെ കിടന്നപ്പോൾ. എന്നാൽ ഫിറോസ് താഴെ റൂമിലേക്ക് വന്നപ്പോൾ കണ്ട ആ ഒരു കാഴ്ച, റബ്ബേ, ഡൈനിങ് ഹാളിൽ ഫുള്ള് പ്ലേറ്റുകളും നിരന്ന് കിടക്കുകയാണ്. നിലത്തും ടേബിളിലുമായി ഒരുപാട് വറ്റുകൾ, ചിക്കൻ്റെ എല്ലുകൾ, പീസുകൾ, മയോണൈസ്, ടൊമാറ്റോ സോസ്, ഇതെല്ലാം ടേബിളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറിഞ്ഞു കിടക്കുക. ഗ്ലാസ്സുകളിൽ വെള്ളം പകുതി കുടിച്ചത്, ഒഴിഞ്ഞ ഗ്ലാസ്സുകൾ, കൈകൊണ്ട് പിടിച്ചടയാളം, അങ്ങനെ ഒരുപാട്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ അവൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇതെന്താ, ഇവളിത് ക്ലീൻ ചെയ്യണമെന്നില്ലേ? കൂട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ തന്നെ ഇട്ട് പോയിക്കാണല്ലോ. എനിക്കുള്ള മന്തിയായിരിക്കും തുറന്നു കിടക്കുന്ന അതിൽ ഒരു പീസും അല്പം റൈസും ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവൻക്ക് അത് കണ്ടപ്പോൾ സങ്കടമാണ് വന്നത്. എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ട് പോയിക്കാണ്, വിളിക്കണമെന്ന് തോന്നി. അവൻ സങ്കടത്തോടെ നേരെ റൂമിലേക്ക് കയറി ചെന്നു. ഷെഹർബാൻ, എന്താണ് അവിടെ താഴെ? എന്താ, നിങ്ങൾക്കുള്ള ഫുഡുണ്ട്, അതെടുത്ത് കഴിച്ച് അവിടെ ക്ലീൻ ചെയ്ത് വെച്ചോളൂ. ഷെഹർബാൻ, നിൻ്റെ എച്ചിൽ കഴുകാനാണോ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അതങ്ങനെയൊക്കെ വേണ്ടി വരും. എൻ്റെ ഫ്രണ്ട്സും അവർക്ക് വരുമ്പോൾ പിന്നെ ഇവിടെ ആരാ നിങ്ങളല്ലാതെ ക്ലീൻ ചെയ്യാനൊക്കെ? അത് നിങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടേ കയ്യിനൊന്നും പറ്റൊന്നുമില്ല, അങ്ങോട്ട് ചെയ്തുകൂടി. കുറഞ്ഞ അവിടെ ചെയ്തിരുന്നല്ലോ, നിങ്ങൾ മറ്റവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിരുന്നല്ലോ. ഫുഡ് കഴിച്ചിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്തോട് കിടന്നോളൂ, എന്നെ ശല്യപ്പെടുത്താൻ വരില്ലേ. അവൾ പുതച്ചു മൂടി റൂമിൽ ഉറക്കം തുടങ്ങി. സത്യം പറഞ്ഞാൽ അവന്
വല്ലാത്തൊരു തലയിലിരുട്ടി വീണ പോലെയായി എന്ന് തന്നെ പറയാം. റബ്ബേ, എനിക്ക് കിട്ടിയ ശിക്ഷ. ഇവിടെ ആരൊക്കെ വരുന്നു പോകുന്നു, അവളുടെ ഫ്രണ്ട്സുകൾ, ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കി ചിരിക്കുന്നു. ഇപ്പോഴിതാ അവരെല്ലാം കഴിച്ച ഫുഡിൻ്റെ വേസ്റ്റ് മൊത്തം എനിക്ക് പാത്രം കഴുകാനും തുടക്കാനും. എത്ര മനോഹരമായി കൊണ്ടു നടന്നതായിരുന്നു ഈ ഒരു വീട്. എൻ്റെ ഉമ്മ ഉള്ളപ്പോൾ, എൻ്റെ പെങ്ങന്മാരുള്ളപ്പോൾ, എൻ്റെ അല്ല, അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. എന്താന്നില്ലേ, അവൻ ആ രാത്രി അവിടെ നിന്നിറങ്ങി കൂട്ടുകാരുടെ കൂടെ കൂടി. ആ രാത്രി അവൻ എത്തിയില്ല. എന്താടാ നീ വീട്ടിലേക്ക് പോത്തെ? വീട്ടിലേക്ക് പോയിട്ട് എന്താടാ, നമുക്കിവിടെ ഈ പുറം ലോകം മതി അല്ലേ, ഇവിടെ കിടക്കാം. എടാ, ഭാര്യയൊക്കെ കാത്തു നിൽക്കുന്നുണ്ടാവും, പൊയ്ക്കോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭാര്യമാരൊന്നും ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ വരുന്ന പ്രതീക്ഷയില്ല, ഞങ്ങൾ എപ്പോഴെങ്കിലും കയറി ചെല്ലുന്ന ആൾക്കാരാണ്. നീ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇനി കൂടുതൽ കേടുവരണ്ട. കേട് വന്നാലും വേണ്ടില്ല, അങ്ങോട്ട് പോകാനാവില്ല. അതെന്താടാ? എന്നാൽ ഫിറോസ് അവിടെ ആ നിമിഷം തന്നെ കൂട്ടുകാരോടൊപ്പം കൂടി ലക്ക് കെട്ട് കിടക്കാൻ തുടങ്ങി. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, എടാ ഫിറോസിൻ്റെ വീട്ടിലിപ്പോൾ ആരുമില്ല, അവനത് എവിടെ വന്ന് ലക്ക് കെട്ട് കിടക്കണേ. അപ്പോൾ ഓൻ്റെ ഉമ്മയും പെങ്ങന്മാരും, എടാ അവരൊക്കെ എന്നോ പുറത്താക്കിയില്ലേ. ഓൻ അധികാരവും സ്വത്തും പണമൊക്കെ കിട്ടിയപ്പോൾ മറ്റുള്ളവർ വേണ്ടാതായി, രണ്ടാമതൊരു വിവാഹം കഴിച്ചു, ഭാര്യ തെറ്റിപ്പോയി, അതൊക്കെ നീ അറിയണമല്ലേ. അപ്പോൾ ഇപ്പം വീട്ടിൽ അവൻ്റെ ഭാര്യയുണ്ട്, രണ്ടാം ഭാര്യ. ആ ഒരു നെളിച്ചിപ്പെണ്ണുണ്ടല്ലോ, അവൾ അറിയില്ലേ? അതിനെയാണോ ഓൻ കെട്ടിയത്? അതേടാ, ആളൊരു ചുള്ളത്തിയാണ്. എന്തേ? ഫിറോസിനെ നോക്ക്. ഫിറോസ് കൂർക്കം വലിച്ചിറങ്ങുകയാണ് തൻ്റെ കൂട്ടുകാരെ വിശ്വസിച്ചുകൊണ്ട്. എടാ, എന്നാൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ? അവരുടെ വീട്, അവനിവിടെ കിടക്കുക, അവിടെ ആരും ഉണ്ടാവില്ല, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഇവനേതായാലും നേരം വെളുത്തിട്ടും ഉണരും അറിയില്ല. അങ്ങനെ അതാ കൂട്ടുകാർ 3 പേരും അവിടെ നിന്ന് ഫിറോസിനെ ഉറക്കിക്കിടത്തി യാത്രയാവുകയാണ് ഫിറോസിൻ്റെ വീട്ടിലേക്ക്. അല്ലടാ, നമ്മൾ പോയിട്ട് ഒന്നും വേണ്ട, നല്ലൊരു സുന്ദരിയായ പെണ്ണുണ്ട്, ആ പെണ്ണിന് പിന്നെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഫിറോസ് ഇവിടെ കിടക്കുകയാണ്, ഫിറോസ് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ പേടിയായിരിക്കും. എന്താ? എടാ, അത് വേണോ? പിന്നെന്താടാ, എന്തായാലും നമ്മൾ തെറ്റ് ചെയ്ത് ജീവിക്കണമല്ലോ, ഇനിയിപ്പോൾ അതായിട്ട്. അങ്ങനെ അതാ 3 പേർ കൂടി ഫിറോസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. ഫിറോസ് ഒന്നും അറിയുന്നില്ല. ഫിറോസ് ലക്ക് കെട്ട് അവിടെ കിടക്കുകയാണ്, കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കൂട്ടുകാർ 3 പേർ അതാ ബൈക്കിൽ യാത്രയാകുന്നു. നേരെ അതാ വീട്ടിലേക്ക്. എടാ, വാതിലൊക്കെ ഒന്ന് തുറന്നു കിടക്കുന്ന പോലെ. ഓൻ ഇറങ്ങിപ്പോന്നല്ലേ, ഓൻ ബോധമില്ലാതെ ഇറങ്ങി പോന്നിട്ടുണ്ടാവും, മറ്റൊരാളൊക്കെ എടുക്കുന്നുണ്ടാവും. ലൈറ്റൊന്നും ഓഫ് ചെയ്തിട്ടില്ലേ? എന്താടാ ചെയ്യുക? അതിൽ ഒരുത്തനതാ പതുക്കെ ആ വീടിൻ്റെ അകത്തേക്ക് കയറി നോക്കുന്നു. ഓഹോ, ഡൈനിങ് ഹാളിൽ നോക്ക്, ഫുഡ് ഐറ്റംസൊക്കെ ആകെ പരത്തിയിട്ടിരിക്കുന്നത്. എന്താ ഇവിടെ ആരും ഉണ്ടോ? ആരും കാണാനില്ല, ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. പിന്നെ ആ CCTV അതും ശ്രദ്ധിക്കട്ടോ. പെട്ടെന്ന് അവർ അതിനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ അതെല്ലാം ഓഫ് ചെയ്തിരിക്കുന്നു. വീടാകെ തുറന്നു കിടക്കുകയാണ്. പതുക്കെ അവർ അകത്തേക്ക് കയറുകയാണ്. എടാ, നിനക്ക് പേടിയുണ്ടോ? എന്ത് പേടി? അവൻ അവിടെ കിടക്കല്ലേ, അവനക്ക് സുന്ദരിയായൊരു പെണ്ണുണ്ട് ഇവിടെ, മുകളിലോ താഴെ എവിടെയാണാവോ. മുകളിലേക്കും വെളിച്ചം കാണുന്നുണ്ടല്ലോ, ഒന്ന് പോയി നോക്കിയാലോ? എന്ത് സെറ്റപ്പാലടാ ഈ വീട്. വീടൊക്കെ അടിപൊളിയാണ്. നമ്മൾ കൂട്ടുകാരനെ ചതിക്കുന്ന പോലെ കൂട്ടുകാരനെ ചതിക്ക്, അവനങ്ങനത്തെ വിഷയമൊന്നുമില്ല. ആ പെണ്ണ് ഏതാ മുതൽ എനിക്കറിയില്ലടാ. എന്തായാലും വേണ്ടില്ല. അങ്ങനെ അതാ അവർ ഓരോ റൂമും ചെക്ക് ചെയ്യുകയാണ്. അവിടെയൊന്നും ആരുമില്ല. പിന്നെ അവർക്ക് മനസ്സിലായി മുകളിലത്തെ ഒരു റൂമുണ്ട്, അതിഗംഭീരമായ ഒരു റൂം. ആ ഒരു റൂമിലേക്ക് ഒരിക്കൽ കാണുവാൻ വേണ്ടി വന്നിട്ടുണ്ട് കൂട്ടുകാർ. എന്നാൽ ആ റൂമിൽ തന്നെയായിരിക്കും അവളെന്ന് കരുതുന്നു. അവർ പതുക്കെ അതാ കോണിപ്പടികളിലൂടെ മുകളിലേക്ക് കയറുന്നു.
എടാ CCTV അതൊന്നും നോ വർക്ക്, ഒന്നും വർക്ക് ചെയ്യുകയില്ല. അതൊക്കെ അതിൻ്റേതായ രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും അതാ അവർ ഷെഹർബാൻ്റെ റൂം കണ്ടുപിടിക്കുന്നു. ഷെഹർബാൻ നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. മുഖം മൂടി അണിഞ്ഞ 3 ആളുകൾ അവളുടെ മുൻപിലേക്ക്. ഒരു നിമിഷം അവൾ എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ ഞെട്ടി. ഓ, ലൈറ്റൊന്ന് ഓഫ് ചെയ്ത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത്? പെട്ടെന്ന് ആ ഒരു ശബ്ദം, എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ ഉണ്ടടി എന്ന് പറഞ്ഞ് ആ 3 പേര് അവളുടെ അരികിലേക്ക്. അവൾ പെട്ടെന്ന് പേടിച്ചു. അല്ലോ പഠിച്ചോനെ, ആരാണതൊക്കെ? എനിക്ക് പേടിയാവുന്നു. എൻ്റെ അടുത്തേക്ക് വരല്ലേ. ഫിറോസ്ക. ഫിറോസ്കയോ? ഏത് ഫിറോസ്ക? എങ്ങനെ ഫിറോസ്ക? പഠിച്ചോനെ, എനിക്ക് പേടിയാണ്. എന്നെ ഒന്നും നിങ്ങൾ ചെയ്യല്ലേ, ഒന്നും ചെയ്യല്ലേ, നിങ്ങളൊന്നും ഉപദ്രവിക്കല്ലേ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. നിന്റെ കഴുത്തിലുള്ള മാല ഇങ്ങോട്ട് എടുക്കടി. പെട്ടെന്ന് അവളത് അഴിച്ചു മാറ്റി നൽകുകയാണ്. ഇതാ, ദയവായി നിങ്ങൾ കൊല്ലരുത്, ഒന്നും ചെയ്യരുത്. പിന്നെന്താ ആഭരണങ്ങൾ? നിന്റെ മേത്തത്തെ ആഭരണങ്ങളൊക്കെ ഉണ്ട്, എടുക്ക്. അവളുടെ കൈകളിൽ നിന്നും അതും അവർ ഊരി വാങ്ങുന്നു. എടാ, ആഭരണങ്ങൾ മാത്രം കിട്ടിയാൽ പോരാ, നമുക്ക് ഇവളെ കൂടി കിട്ടണ്ടേ? കൂട്ടത്തിൽ ഒരുത്തൻ്റെ ആ ഒരു ചോദ്യം. അവളുടെ മുഖത്ത് നോക്കി അയാൾ പറഞ്ഞു, എന്താ, കുറേ ഇങ്ങനെ നടന്നതല്ലേ, ഇനിയെന്താ നിന്റെ പ്ലാനിങ്? എന്നെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എൻ്റെ ഭർത്താവ് ചീത്ത പറയും. അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നു. ആഹാ, അങ്ങനെയാണോ? എന്നാൽ അവളുടെ വാക്കുകളൊന്നും അവർ വില കൽപ്പിച്ചില്ല. അവർ എല്ലാവരും കൂടി അവളെ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഫിറോസ് ഇതൊന്നും അറിയുന്നേയില്ല. ഒരുപക്ഷെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അയാളുടെ പ്രതികരണം? ഷെഹർബാൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം നാളത്തെ വീഡിയോയിൽ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.